2 ഏപ്രിൽ 2025 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഒരു വലിയ റേറ്റ് കാർഡും പിടിച്ചുകൊണ്ട് മീഡിയയുടെ മുന്നിലേക്ക് വരുന്നു. വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ മുകളിൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള ടാരിഫ് റേറ്റുമായിരുന്നു അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ട്രംപ് വാസ്തവത്തിൽ ഒരു യുദ്ധമാണോ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു അനൗൺസ്മെന്റ് വളരെ വലിയ ഒരു പേടിയാണ് മറ്റ് രാജ്യങ്ങളുടെ മുഖത്ത് വരുത്തിയത്. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഗ്ലോബൽ ഇക്കോണമിയെയും തകർക്കാൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ തീരുമാനം മതി. ഒരു ട്രേഡ് വാർ തുടങ്ങാനാണ് ട്രംപിന്റെ ശ്രമം. എന്നാൽ ചിന്തിക്കേണ്ട കാര്യം, ട്രംപ് എന്തിന് ഇങ്ങനെ ഒരു യുദ്ധം ആരംഭിച്ചു? ആരെയാണ് വാസ്തവത്തിൽ ട്രംപ് തകർക്കാൻ ആഗ്രഹിക്കുന്നത്? താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ കാരണം മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് താൻ ഈ ഒരു തീരുമാനമെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ ട്രംപ് ആഗ്രഹിക്കുന്നത് എന്താണ്? ടാരിഫ് എന്നാൽ എന്താണ്? കൂടാതെ ഇദ്ദേഹം ഏത് രാജ്യത്തെയാണ് തകർക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു ട്രേഡ് വാറിൽ ആരായിരിക്കും വിജയിക്കുക? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു പ്രശ്നത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ആദ്യം ടാരിഫ് എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളിൽ പലരും ടാരിഫ് എന്ന് കേൾക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ മുകളിൽ ചുമത്തുന്ന നികുതി എന്നായിരിക്കും ആദ്യം വിചാരിക്കുക. എന്നാൽ അങ്ങനെയല്ല. ടാരിഫ് എന്നാൽ ഒരു തരം ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മുകളിൽ അമേരിക്ക ചുമത്തുന്നവ. അമേരിക്ക ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ടാരിഫ് എന്നത് 26%. അതായത് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മുകളിലുള്ള ടാക്സ് എന്നത് 26% ട്രംപിന്റെ ഈ ഒരു ചാർട്ട് നിങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ചൈനയാണ്. ചൈനയുടെ പ്രൊഡക്ട്സിന് മുകളിൽ 34% ടാരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും ടാരിഫ് എന്നത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. മറുവശത്ത് നിങ്ങൾ ഇന്ത്യയും ചൈനയും നോക്കിയാൽ ഇന്ത്യ 52%വും ചൈന 67% ടാരിഫുമാണ് അമേരിക്കൻ പ്രൊഡക്ട്സിന് മുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ടാരിഫിന്റെ ലക്ഷ്യം ഒരിക്കലും അമിതമായ നികുതി ചുമത്തി രാജ്യത്തിന്റെ വരുമാനം കൂട്ടുക എന്നതല്ല, മറിച്ച് ലോക്കൽ ഇൻഡസ്ട്രികളെ സംരക്ഷിക്കുക എന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു സാധനം മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുത്തുകയാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ വില എന്നത് 1000 രൂപയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം റിസീവ് ചെയ്യുമ്പോൾ സർക്കാരിന് കൊടുക്കേണ്ടത് എന്നത് 10% ടാരിഫാണെങ്കിൽ 100 രൂപ സർക്കാരിന് ഇമ്പോർട്ട് ഡ്യൂട്ടിയായി നൽകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ പലരും ഇന്ത്യൻ പ്രോഡക്ട്സ് ആയിരിക്കും എടുക്കുക. ഇത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യവും. ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്തു വരുന്ന ഒരു പ്രോസസ്സാണ്. ഒരേ പ്രൈസിന് അമേരിക്കൻ പ്രൊഡക്റ്റും ഇന്ത്യൻ പ്രൊഡക്റ്റും നമുക്ക് കിട്ടിയാൽ നമ്മളിൽ പലരും അമേരിക്കൻ പ്രൊഡക്റ്റ് ആയിരിക്കും എടുക്കുക. ഫോറിൻ പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് അത് നന്നായിരിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇതിന് കാരണം. ഇത് ലോക്കൽ ഇൻഡസ്ട്രികളെ ആയിരിക്കും ബാധിക്കുക. അതുകൊണ്ട് തന്നെ ടാരിഫുകൾ വളരെയധികം അത്യാവശ്യമാണ്. ടാരിഫിന്റെ ഈ ഒരു പ്രശ്നം ഇന്ന് ആരംഭിച്ചതല്ല. ട്രംപിന്റെ ആദ്യത്തെ ടെന്യൂറിൽ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് അമേരിക്കയെ അൺഫെയർ ആയിട്ടാണ് മറ്റ് രാജ്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ട്രേഡ് പോളിസി ഒരിക്കലും ഈക്വൽ ആയിരുന്നില്ല. മറ്റ് രാജ്യങ്ങളിലെ വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ ടാരിഫാണ് ഞങ്ങൾ ഏർപ്പെടുത്താറുള്ളത്. അവർക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കൊടുക്കുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് പോകുന്ന ഓരോ വസ്തുവിൻ്റെ മുകളിലും വളരെ ഉയർന്ന ടാക്സ് ആണ് ഓരോ രാജ്യങ്ങളും ഏർപ്പെടുത്തുന്നത്. ഇതൊരിക്കലും ശരിയല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. എക്സ് എന്ന രാജ്യത്തിൽ നിന്നും ഒരു വസ്തു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടാരിഫ് എന്നത് 10% ആണെങ്കിൽ ആ ഒരു വസ്തുവിനെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുകയാണ്, അല്ലേ? ഇനി ഇന്ത്യയിൽ നിന്ന് എക്സ് എന്ന രാജ്യത്തിലേക്ക് ഒരു വസ്തു പോവുകയാണ് എങ്കിൽ അതിൻ്റെ മുകളിൽ ചുമത്തുന്ന ടാരിഫ് എന്നത് 30 മുതൽ 50% വരെയാണ് എങ്കിൽ അവിടെ ഒരിക്കലും ഒരു ഈക്വൽ ട്രേഡ് ഉണ്ടാവുകയില്ല. മറിച്ച് ആ ഒരു രാജ്യത്തിന് വളരെ വലിയ തോതിലുള്ള നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കാര്യത്തെയാണ് ട്രംപും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അമേരിക്കൻ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല. വേൾഡ് പോപ്പുലേഷനിൽ വെറും 4.22% മാത്രമാണ് അമേരിക്കയിലുള്ളത്. എങ്കിൽ കൂടിയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ് ഇന്ന് അമേരിക്ക. പ്രതിവർഷം 3.2 മുതൽ 3.5 ട്രില്യൺ ഡോളേഴ്സിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സ്ട്രീം ഡിപ്പെൻഡൻസി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമിയായ USA ലോകത്തിലെ ഏറ്റവും വലിയ ഡെപ്റ്റ് കൺട്രിയാക്കി മാറ്റിയതും. ഇത്രയും കേട്ട നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഈ ഒരു എക്സ്ട്രീം ഡിപ്പെൻഡൻസിയിൽ നിന്നും രക്ഷ നേടാനാണ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ട്രംപിന്റെ ലക്ഷ്യമെന്നത് ചൈനയാണ്. നിങ്ങൾ 2000 വരെയുള്ള അമേരിക്കയെ നോക്കുകയാണ് എങ്കിൽ ലോകത്തിൽ അമേരിക്കൻ പ്രൊഡക്ട്സ് വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നത്തെ ചൈനയുടെ പൊസിഷൻ തന്നെയായിരുന്നു അന്ന് അമേരിക്കയുടേതും.
എന്നാൽ സമയം മാറുന്നതനുസരിച്ച് ചെറുതു മുതൽ വലിയ വസ്തുക്കൾ വരെ ചൈന ചീപ്പ് ലേബറിൽ മാനുഫാക്ചർ ചെയ്ത് ലോകത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു മാറ്റം അമേരിക്കയെ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളെയും ഒരുപോലെയാണ് ബാധിച്ചത്. ഇന്ന് നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ വ്യത്യസ്തങ്ങളാർന്ന ചൈനീസ് പ്രോഡക്ട്സ് നമുക്ക് കാണാൻ കഴിയും. വില കുറവായതുകൊണ്ടും ഉപയോഗം നടക്കുന്നതുകൊണ്ടും മറ്റ് പ്രോഡക്ട്സുകളെ നോക്കാതെ നാം ആദ്യം എടുക്കുക ചൈനീസ് പ്രോഡക്ട്സ് ആണ്. ഈ ഒരു മാറ്റം വളരെയധികം നെഗറ്റീവായി ബാധിച്ചിട്ടുള്ളത് ലോക്കൽ ഇൻഡസ്ട്രികളെയാണ്. ചൈനീസ് പ്രൊഡക്ട്സ് ഇവരെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ്. നിങ്ങൾ USA-യുടെയും ചൈനയുടെയും ട്രേഡ് പോളിസി നോക്കിയാൽ ഇയർ 2000-ൽ USA ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തത് $80 ബില്യൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. എന്നാൽ ചൈനയോ വെറും $10 ബില്യൺ ഐറ്റംസ് ആണ് USA-യിൽ നിന്നും വാങ്ങിയത്. ഇനി 2025-ലേക്ക് വന്നാൽ USA $440 ബില്യൺ ചൈന $145 ബില്യൺ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. ഇതിനെ കുറയ്ക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രേഡ് നടക്കുകയാണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കണം. രണ്ട് കൺട്രിക്കും ഒരുപോലെ ആയിരിക്കണം ഇതിൻ്റെ ഫേവർ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ചൈനയെ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. മറ്റ് രാജ്യങ്ങളെ അല്ല ഇദ്ദേഹം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് വളരെ വലിയ എക്സ്പോർട്ടറായി നിലനിൽക്കുന്ന ചൈനയെയാണ്. ഇന്ന് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തു എന്നത് മൊബൈൽ ഫോൺസാണ്. ഈ ഒരു പോളിസി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൻ്റെ വില കൂടും. അങ്ങനെ വരുമ്പോൾ പലരും ഇത് വാങ്ങാതാകും. എസ്പെഷ്യലി ഐഫോൺസ്. ആപ്പിൾ എന്നത് ഒരു അമേരിക്കൻ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഐഫോണുകൾ ഉൾപ്പെടെ മാനുഫാക്ചർ ആകുന്നത് ചൈനയിലാണ്. ആളുകൾ വാങ്ങാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന ടാരിഫായി കഴിയുമ്പോൾ ഈ ടെക് ജയൻസ് എല്ലാം ചൈന വിട്ട് അമേരിക്കയിലേക്ക് വരും. ഇത് തന്നെയാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മാറ്റം ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയായിരിക്കും. ഇത് ആപ്പിൾ പ്രൊഡക്ട്സിൽ മാത്രമല്ല, ഇന്ന് നാം കാണുന്ന പല ലക്ഷൂറിയസ് ഐറ്റംസും മാനുഫാക്ചർ ആകുന്നത് ചൈനയിൽ തന്നെയാണ്. ഇങ്ങനെ ഉയർന്ന ടാരിഫ് വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ചൈന വിട്ട് പോകേണ്ടതായി വരും. ഈ കമ്പനികൾ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് വന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ നിന്നും പിന്നീട് $200 ബില്യൺ കുറവ് സാധനങ്ങൾ ചൈനയിൽ നിന്നും വാങ്ങിയാൽ മതിയാകും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്നത് 80 മുതൽ 90 ബില്യൺ ആകും. ഒരു വശത്തുകൂടെ നോക്കുമ്പോൾ ചൈനയെ തകർക്കാനും അമേരിക്കയ്ക്ക് വളരാനും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ ലേബർ കോസ്റ്റ് എന്നത് അമേരിക്കയിൽ വളരെ കൂടുതലാണ്. ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ വില കൂടുകയും ഇത് സാധാരണക്കാരെയും ആ കമ്പനികളെയുമായിരിക്കും നെഗറ്റീവായി ബാധിക്കുക. എന്നാൽ ഇതൊന്നും ട്രംപിന് അറിയേണ്ട കാര്യമില്ല. ഉറപ്പായും തങ്ങൾക്ക് ചൈനയുടെ മോണോപ്പൊളി തകർക്കണം. അതിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. അമേരിക്കയുടെ ഈ ഒരു പോളിസിക്ക് റെസ്പോൺസ് എന്ന നിലയിൽ US പ്രൊഡക്ട്സിൻ്റെ മുകളിൽ 125% ടാരിഫാണ് ചൈനീസ് ഗവൺമെൻറ്റും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് ഗവൺമെൻറ്റുകളും നടത്തുന്ന ഈ ഒരു പോളിസിയെ നമുക്ക് ട്രേഡ് വാർ എന്ന് വിശേഷിപ്പിക്കാം. ഇതിൽ ആരാണോ അവസാനം വരെ നിലനിൽക്കുക അവരായിരിക്കും വിജയിക്കുക. പക്ഷേ ഈ ഒരു ട്രേഡ് വാറിൽ എല്ലാവിധത്തിലുള്ള നഷ്ടങ്ങളും സഹിക്കേണ്ടി വരിക സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കായിരിക്കും. അതായത് നിങ്ങൾ തന്നെ ആലോചിക്കുക, 10 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു വസ്തു നിങ്ങൾ കടയിൽ പോകുമ്പോൾ 100 രൂപയാകുന്നു. നിങ്ങളുടെ വരുമാനം കൂടുന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? വിവരമില്ലാത്ത പൊളിറ്റീഷ്യൻസാണ് ഭരണത്തിലുള്ളത് എങ്കിൽ ഉറപ്പായും ആ രാജ്യത്തിലെ സാധാരണക്കാരായിരിക്കും സഫർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഒരു ട്രേഡ് വാറിൽ അവസാനം ആരായിരിക്കും വിജയിക്കുക? അമേരിക്ക പ്രധാനമായും ചൈനയിൽ നിന്നും ടെക് ഐറ്റംസ് ആണ് ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ്, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ. കുറേ മാസങ്ങളോളം ഇത് ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിലും വളരെ വലിയൊരു കുഴപ്പമൊന്നും തന്നെ USA-ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് അവർ ഇത് ഇമ്പോർട്ട് ചെയ്യും. കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാകും. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കില്ല. ചൈന അമേരിക്കയിൽ നിന്നും ഒരു പ്രധാന സാധനം ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അതിൻ്റെ ഇമ്പോർട്ടിംഗ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ അത് വളരെ വലിയ പ്രശ്നങ്ങൾ ചൈനയിലുണ്ടാക്കും. ഇന്ന് ചൈനയിലെ പോപ്പുലേഷൻ എന്നത് 141 കോടിയാണ്. ഇവരെ ഫീഡ് ചെയ്യിക്കുക എന്നുള്ളത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. വീറ്റും റൈസുമാണ് പ്രധാനമായും മറ്റ് കൺട്രികളെ പോലെ തന്നെ ചൈനയും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ബേസിക് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഷോർട്ടേജ് വരാതിരിക്കാനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ചൈനയിൽ വളരെ കൂടുതലായി ആളുകൾ പന്നിയുടെ മാംസം കൺസ്യൂം ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പന്നിയുടെ മാംസം കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ന് ചൈന. നിങ്ങൾ 2024 റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിൽ അമേരിക്കൻ പോപ്പുലേഷനേക്കാൾ കൂടുതൽ പന്നികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏകദേശം 427 മില്യൺ. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.
ഇവിടെയാണ് അമേരിക്കയുടെ കയ്യിൽ നിന്നും ചൈനയ്ക്ക് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. പ്രധാനമായും പ്രോട്ടീനു വേണ്ടി ഇവയ്ക്ക് നൽകുന്നത് സോയാബീൻസ് ആണ്. ഈ പന്നികളുടെ എല്ലാം ഡയറ്റ് പ്ലാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഷുഗറിന് വേണ്ടി ഇവയ്ക്ക് കോൺസ് ആണ് നൽകുന്നത്, പ്രോട്ടീനു വേണ്ടി സോയാബീൻസ്. അതായത് 60% കോൺസും 40% സോയയും. ഇതിൽ കോൺസിൻ്റെ പ്രൊഡക്ഷൻ 80% നടക്കുന്നത് ചൈനയിലാണ്. ബാക്കി 20% ഇവർ യുക്രൈനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ സോയയുടെ കാര്യം അങ്ങനെയല്ല. പ്രധാനമായും 2 രാജ്യങ്ങളാണ് വളരെ ഹ്യൂജ് എമൗണ്ടിൽ സോയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് USA-യും 2 ബ്രസീലും. പ്രതിവർഷം ഈ പന്നിക്കുട്ടികൾക്ക് വേണ്ടി മാത്രം ചൈന അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സോയയുടെ അളവെന്നത് 5 കോടി ടണ്ണാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും സോയ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോയ എന്ന ഈ ഒരു പ്രോഡക്റ്റ് വളരെ വലിയ തോതിലുള്ള ലാഭമൊന്നും കർഷകർക്ക് നൽകുന്നില്ല. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇത് വളരെ കുറച്ച് മാത്രമാണ് കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രീ ആയി കുറേ അഗ്രികൾച്ചറൽ ലാൻഡ് ഉള്ളതും പോപ്പുലേഷൻ കുറവായതും ഇവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് സോയ കൾട്ടിവേറ്റ് ചെയ്യാൻ. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പന്നികൾ സോയ മാത്രമാണോ കഴിക്കുക, മറ്റ് ഓൾട്ടർനേറ്റീവുകളും ഉണ്ടല്ലോ, പിന്നെന്താ? മറ്റ് പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് സോയയിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ്. കൂടാതെ ഇത് വളരെയധികം ചീപ്പുമാണ്. പക്ഷേ മറ്റ് പ്രോഡക്റ്റുകൾ വളരെ എക്സ്പെൻസീവ് ആകുന്നതും കൂടാതെ ഡൈജഷൻ്റെ ഇഷ്യൂസും സോയ എന്ന ഈ ഒരു പ്രോഡക്റ്റിനെ വളരെ ബെസ്റ്റ് ഓപ്ഷനാക്കി മാറ്റുന്നു. ചൈന എന്ന ഈ ഒരു രാജ്യം വളരെ വലിയ തോതിൽ തങ്ങളുടെ രാജ്യത്തുണ്ടാക്കുന്ന വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇവരുടെ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ്. പക്ഷേ എത്ര കാലത്തേക്ക് ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നുവോ അത്രയും കാലം മാത്രമായിരിക്കും ഇവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുക. ഉയർന്ന ടാരിഫുകൾ വരികയാണെങ്കിൽ പല പ്രോഡക്ട്സും ഇവയ്ക്ക് വിറ്റഴിക്കാൻ കഴിയാതെ വരികയും ഇക്കണോമി കൊളാപ്സ് ആവുകയും ചെയ്യും. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു കൺസ്യൂമിങ് കൺട്രിയാണ്. ഏത് കൺട്രിയിൽ നിന്ന് വേണമെങ്കിലും ഇവയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയും, ചൈന അല്ലെങ്കിൽ മറ്റൊരു രാജ്യം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ ചീട്ടുകൾ ഇറക്കാൻ ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ടെന്യൂറിലും ഇദ്ദേഹം ചൈനീസ് പ്രോഡക്ട്സിന് മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയത്. അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഈ 2 രാജ്യത്തിൽ ഒന്നിന് ഉറപ്പായും പിന്നിലേക്ക് മാറേണ്ടതായി വരും. അല്ലാത്ത പക്ഷം ഈ ഒരു യുദ്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കില്ല കൊടുക്കുക. ഈ ഒരു കാര്യം ചൈനീസ് ഗവൺമെൻറ്റിനും വളരെ വ്യക്തമായി അറിയാം. ഈ ഒരു വീഡിയോയുടെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ചൈനയൊഴികെ മറ്റ് രാജ്യങ്ങളുടെ മുകളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ടാരിഫ് 90 ദിവസത്തേക്ക് പോസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ചൈനീസ് പ്രൊഡക്ട്സിൻ്റെ മുകളിൽ 125% ടാരിഫാണ് ഉയർത്തിയത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ട്രംപിൻ്റെ ടാർഗറ്റ് ഒരിക്കലും മറ്റ് രാജ്യങ്ങളായിരുന്നില്ല. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.